അയ്യോ അടച്ചവനെ. അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരുപാട് സ്പെഷ്യൽ ആണ് കേട്ടോ. കാരണം എൻ്റെ ഫൈസിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇന്ന് ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത്. എൻ്റെ കൂടെ അമ്മുക്കുട്ടി ഉണ്ട് കേട്ടോ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അമ്മുക്കുട്ടിയുടെ പ്രസവത്തിന് ശേഷം കേക്ക് ഉണ്ടാക്കുന്നതും ഓർഡർ എടുക്കുന്നതും ഒക്കെ ഞാൻ നിർത്തിയിരുന്നു. അവരുടെ കാര്യവും വീട്ടിലെ കാര്യങ്ങളും എല്ലാം തിരക്കുകൾക്കിടയിൽ എനിക്കിഷ്ടമുള്ള പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വന്നു കേട്ടോ. പക്ഷേ ഇന്ന് കേക്ക് വീണ്ടും ഉണ്ടാക്കുമ്പോൾ പഴയ ആ സന്തോഷം തിരികെ കിട്ടിയ പോലെ ഒരു ഫീലാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടും ചെറിയ ചെറിയ കേക്ക് ഓർഡറുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാ നടക്കുമായിരിക്കും. ഞാനൊരു വലിയ പ്രൊഫഷണൽ ബേക്കറൊന്നും അല്ല. എനിക്കറിയാവുന്ന രീതിയിലും വീട്ടിൽ ഞാൻ ചെയ്യുന്ന രീതിയിലുമാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫൈസിക്കുട്ടിൻ്റെ ബർത്ത്ഡേ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കി. പിന്നെ ഒരു കാര്യം കൂടി, ഈ വീഡിയോ 2 പാട്ടായിട്ടാണ് ഞാൻ ഇടുന്നത്. ആദ്യത്തെ പാട്ട് കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്ന രീതിയാണ്. പിന്നെ നെക്സ്റ്റ് പാട്ട് കുട്ടികളുടെ രസകരമായ കളികളും കേക്ക് കട്ടിംഗ് ഒക്കെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണേ. അടുത്ത ഭാഗം മിസ് ചെയ്യാതെ കാണാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നീ നനയ്ക്കല്ലേ, നീ അവിടെ നിന്ന് ഇറങ്ങ്. അതെന്നെ ഇറങ്ങാത്തേ, ഇവിടുന്ന് ഇറങ്ങിക്കേ. നീ ഇരിക്കണ്ട. വയ്യേ അമ്മൂന് എവിടെ വയ്യ? അതില് വയ്യേ? നടുവേദനയോ? അല്ലോ നടുവേദനയാണോ അമ്മുക്കുട്ടിക്ക്? കള്ളം പറയല്ലേ. വെള്ളം പൈപ്പ് തുറക്കരുതേ. കട്ട് ചെയ്യണം. കേക്ക് മുറിക്കണം. അമ്മു ഇറങ്ങി. അമ്മു ഇറങ്ങ. എവിടെ വയ്യ? നടുവേദനയോ? എന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേ. എന്നാ അവിടെ നിന്ന് ഇറങ്ങ. ഞാൻ ഓയിൽ എടുത്തോണ്ട് വരട്ടെ. ഒന്നും എടുക്കരുതേ. ബട്ടർ പേപ്പറെല്ലാം വെച്ച് സെറ്റാക്കി എന്നിട്ടത് മാറ്റി വെക്കണം. നെക്സ്റ്റ് പാനിലേക്ക് അടുത്ത ബട്ടർ പേപ്പർ വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ കേക്ക് ഒട്ടിപ്പിടിക്കും. ബട്ടർ പേപ്പർ ഇല്ലല്ലോ. ബട്ടർ പേപ്പർ ഇല്ല. ഉള്ള ബട്ടർ പേപ്പർ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് കേട്ടോ. ഞാൻ തീർന്നു പോയി. കേക്ക് ഉണ്ടാക്കുന്നേ ഫൈസി. ഇങ്ങോട്ട് നോക്കി പറ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കിനി കേക്ക് ഉണ്ടാക്കാം. കേക്ക് ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് എന്നാ? 4 മുട്ട, 1 കപ്പ് മൈദ. അത് കറക്റ്റ് മെഷർമെന്റിൽ എടുക്കണേ. കറക്റ്റ് മെഷർമെന്റിൽ 1 കപ്പ് മൈദ. 1 kg കേക്കിനാണേ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് 1/2 ടീസ്പൂൺ ആണേ. ഇതിൻ്റെ ഒന്നും കൂടെ ഞാൻ എടുക്കും. അങ്ങനെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് ഞാൻ എൻ്റെ 3ാമത്തെ സിസ്റ്റർ മിനിമോക്ക് വേണ്ടിയാണേ ഞാൻ ഈ കേക്കിൻ്റെ റെസിപ്പി ഇടുന്നത്. പ്രത്യേകിച്ച് കുറേ നാളുകൊണ്ട് എന്നോട് മിനിമോൾ എന്നോട് ചോദിക്കുന്നത്. മിനി നല്ല പേര് കേട്ടോ, സൊഹാനി എന്ന പേര്. ഞങ്ങൾ മിനിമോളെ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. കുറേ നാളുകൊണ്ട് ഷിഫ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണേന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സമയം കിട്ടിയില്ല. അപ്പം മിനി ഇത് കാണുവാണെങ്കിൽ കണ്ടു പഠിച്ചോണം.
ഇങ്ങനെ 1/4 ടീസ്പൂൺ ഉപ്പ്. അതെല്ലാം കറക്റ്റ് മെഷർമെന്റ് വേണം എടുക്കാൻ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ കേക്ക് ഫ്ലോപ്പായി പോവും. അങ്ങനെ 1/4 ടീസ്പൂൺ എന്തുവാ ഉപ്പ്. ഒന്നും എടുക്കരുത്. ആ ഉപ്പ്. അത് ബേക്കിംഗ് പൗഡർ. മൈദ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇവ മൂന്നും കൂടെ 3 പ്രാവശ്യം അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചെടുക്കണം. ആദ്യം 1 കപ്പ് മൈദ ഇട്ടു, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇവയിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. കേക്ക് ഉണ്ടാക്കാൻ കേട്ടോ. വലുതാകുമ്പോ അമ്മ കേക്ക് ഉണ്ടാക്കി തരണേ കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേക്കും ഒക്കെ കേക്ക് ഉണ്ടാക്കി തരണേ. എന്നൊക്കെ നമ്മൾ ഇട്ടത്? മൈദ, ഉപ്പ്, ബേക്കിംഗ് പൗഡർ. ഇനി 4 ഇതെന്നാ ഇത്? 4 മുട്ട. 4 മുട്ട. എഗ് യോക്ക്, എഗ് വൈറ്റ് എടുക്കണം നമുക്ക്. പിന്നെ എഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം. 1 ടീസ്പൂൺ, മാറിപ്പോകരുതേ. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കണം. പാട്ട് പാടുവാണോ? പിന്നെ ബാർബിയുടെയോ? ബാർബിയുടെ പാട്ടാണോ? ഇനി 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്. എന്തോ പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ്. അത് നമ്മൾ എഗ് വൈറ്റിൽ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്യണം. നീ മിണ്ടാതെ, ഞാൻ പറഞ്ഞോട്ടെ. കുറേശ്ശെ നല്ല ഫ്ലഫി ആകുന്നിടം വരെ, ഫ്ലഫി ആകുന്നിടം വരെ പഞ്ചസാര കുറേശ്ശെ ഇട്ട് നമ്മൾ പഞ്ചസാര കുറേശ്ശെ ഇട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം. അയ്യോ അടച്ചവനെ, മോട്ടർ കത്തിപ്പോയി. അയ്യോ സങ്കടമായി പോയി. പുക വന്നു. ഇവിടുത്തെ വയർ ഉരുകിപ്പോയി. നീ എന്നാ ചെയ്യും? ഈ വയർ കത്തിപ്പോയി ഗൈസ്. നീ ഓർത്തോ പോയെന്ന്? പിന്നെ കളിയെല്ലാം കഴിഞ്ഞതേ ഫൈസി എത്തി കേട്ടോ. സച്ച് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഇനി എഗ് വൈറ്റിലേക്ക് കുറേശ്ശെ പഞ്ചസാര പൊടിച്ചത് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പൊടിച്ചതാ, വലിയ പഞ്ചസാര തരി ആയതുകൊണ്ട് പൊടിച്ച് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണേ. ഇല്ലെങ്കിൽ ചെറിയ തരിയാണെങ്കിൽ അത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറേശ്ശെ ഇട്ട് നല്ല ഫ്ലഫി ആവുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കണേ.
പിന്നെ എൻ്റെ ബീറ്റർ ഓക്കെ ആക്കിക്കൊണ്ട് വന്ന് ഗൈസ് ആകെപ്പാടെ ടെൻഷൻ അടിച്ചു പോയിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ കൊടുത്ത് ശരിയാക്കിക്കൊണ്ട് വന്നു. അതിൻ്റെ വയറ് കത്തിപ്പോയത്. കുറേശ്ശെ പഞ്ചസാര പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. നമ്മൾ ബീറ്റ് ചെയ്ത എഗ്ഗ് വൈറ്റിൽ കുറേശ്ശെ എഗ്ഗ് യോക്കിട്ട് ഒന്നും കൂടി അങ്ങ് ബീറ്റ് ചെയ്തെടുക്കണം. പോലെ ഫ്ലഫി ആവുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കണം. കണ്ടോ കണ്ടോ അമ്മുക്കുട്ടി? ഈ താഴെ ഇട്ടാൻ ശരിയാക്കിയേനെ. 1/4 കപ്പ് ഓയിൽ. ഇനി വേണ്ടത് പാല്. 1/4 കപ്പ് പാലും ഇതിൻ്റെ കൂടെ ഒഴിക്കണം. എല്ലാം റൂം ടെമ്പറേച്ചർ വേണം കേട്ടോ. പാല് ഫ്രിഡ്ജിലുള്ളതാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇളം ചൂടാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ഒരു 2 സ്പൂൺ ഇട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് ടാൻ ഫോൾഡറിൽ ഇളക്കണം. ഇത് മോള് മിക്സ് ചെയ്യണ്ട കേട്ടോ, അമ്മ മിക്സ് ചെയ്തോളാം കേട്ടോ. സൂക്ഷിച്ച് കട്ട് ആൻഡ് ഫോൾഡറിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. സ്പീഡ് ചെയ്യരുത്. എക്സ്പീരിയൻസ് ആയെങ്കിൽ സ്പീഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ കേക്ക് പൊന്തി വരത്തില്ല, ഒരു ഫ്ലാറ്റ് കിട്ടത്തില്ല കേക്കിന്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഓയിലും പാലും മിക്സ്, അതും കുറേശ്ശെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് വീണ്ടും കട്ടാർ ഫോൾഡറിൽ ഇളക്കിയെടുക്കണം. പാലും ഓയിൽ മിക്സും കട്ടാൻ ഫോൾഡറിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് വീണ്ടും കുറേശ്ശെ ഇട്ട് കട്ട് ആൻഡ് ഫോൾഡറിൽ മിക്സ് ചെയ്തെടുക്കണം. അമ്മുക്കുട്ടി ഇളക്കിയാൽ ഇത് മൊത്തം പോവും. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അമ്മു ചെയ്തോ? അമ്മു വലുതാകുമ്പോൾ ചെയ്യണേ കേട്ടോ. അമ്മക്ക് ഉണ്ടാക്കി തരണേ കേട്ടോ. എനിക്ക് അയ്യോ മോൾ ഇളക്കല്ലേ, അമ്മ ഇളക്കിക്കോളാം. എന്നിട്ട് നമുക്ക് വീണ്ടും ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ കുറേശ്ശെ ഇട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്നത് ഫുള്ളായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണേ. ഞാൻ സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓയിലും പാലും മിക്സ് ഇട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ കുട്ടികളെ? ഈ രീതിക്കൊന്ന് നിങ്ങൾ സ്പഞ്ച് ഉണ്ടാക്കി നോക്കണേ. നീ ഉണ്ടാക്കി നോക്കണേ. പിന്നെ ചിലർക്കൊക്കെ ഞാൻ പറഞ്ഞ കാര്യമില്ല, പിന്നെ അറിയാത്തവർക്ക് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അത്ര എക്സ്പീരിയൻസ്ഡൊന്നും അല്ല ഞാൻ. പിന്നെ ഇതിപ്പോൾ കുറേ നാൾ കൂടി ഞാൻ വീണ്ടും കേക്കിലേക്കൊന്ന് തിരിഞ്ഞതാണ്. ഇനിയിപ്പം കുറേശ്ശെ ഓർഡറൊക്കെ എടുത്ത് തുടങ്ങണം. അല്ല അമ്മുക്കുട്ടി? അമ്മുക്കുട്ടിയുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണേ. അമ്മുക്കുട്ടി ടീച്ചർ കേക്ക് ഉണ്ടാക്കുമല്ലോ, ഫാത്തിമ ടീച്ചർ അല്ലേ? അമ്മുക്കുട്ടിക്ക് തരത്തില്ലേ? കേക്ക് തരത്തില്ലേ അമ്മുക്കുട്ടിക്ക്? ഫാത്തിമ ടീച്ചറിനോട് പറയണേ അമ്മുക്കുട്ടിക്ക് കേക്ക് ഉണ്ടാക്കി തരാനേ. അമ്മുക്കുട്ടിക്കും ഫ്രണ്ട്സിനും ഒക്കെ കേക്ക് ഉണ്ടാക്കി തരാൻ പറയണേ. അമ്മുന്റെ ബർത്ത്ഡേക്ക്. പ്രിന്റ് ആണോ? അങ്ങനെ അതെ മെസ്സിയുടെ പ്രിന്റ് എടുത്തോണ്ട് വന്നു. ഇപ്പൊ മെസ്സിയുടെ ആളാ. ഫുട്ബോൾ ടീം കേക്കിലും മതിയെന്ന്. ഓണല്ലായിരുന്നോ? അങ്ങനെ അതെ പ്രിന്റ് എടുത്തോണ്ടിന്റെ ഇടയ്ക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അത് പറയാൻ മറന്നുപോയി. 150 ഡിഗ്രി 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴത്തെ 2 പാത്രത്തിലാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇല്ലേ നല്ല ഫ്ലാറ്റ് ടോപ്പ് കിട്ടും കേട്ടോ. അതിൽ ഹാഫ് ഇവിടെയും ഹാഫ് ഇവിടെയും. എന്നിട്ട് ഓവനിൽ ചൂടാക്കണേ.
ഈ വീഡിയോ കാണുമ്പോൾ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതെ, ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബും ബെല്ലൈക്കണും കൂടെ ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ലൈക്ക് ചെയ്യണം. ഹായ് ഗായ്സ്, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ താഴെ കമന്റില് ഹാപ്പി ബർത്ത്ഡേ പൈസയും കൂടെ കമന്റ് ചെയ്യണേ ഗൈസ് പ്ലീസ്. ബർത്ത്ഡേ നിന്റെയാണ് ബർത്ത്ഡേ? കറക്റ്റ് സമയത്ത് കറണ്ട് പോയി ഗൈസ്. റീഹീറ്റ് ചെയ്ത് വെച്ചത് കറക്റ്റ് സമയത്ത്. എന്തൊരു മോശ സമയമാണ്. തൊടുന്നതെല്ലാം ഫ്ലോപ്പായി പോവുക. കറണ്ട് പോയി ഇൻവെർട്ടറില്ല. അങ്ങനെ കറണ്ട് വന്നു ഗൈസ്. നമ്മള് റീഹീറ്റ് ചെയ്ത പെട്ടെന്ന് തന്നെ കറണ്ട് വന്നായിരുന്നു കേട്ടോ. ഓവൻ ബേക്ക് നമ്മൾ എത്ര ഈ 150 ഡിഗ്രി 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഓരോ ഓവന്റെയും വ്യത്യാസമായിരിക്കും കേട്ടോ. 150 30 മിനിറ്റില് നമ്മള് ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ കേക്ക് സെറ്റായി ഗൈസ്. നല്ല സോഫ്റ്റ് സ്പഞ്ചായിരുന്നു കേട്ടോ. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം മറക്കല്ലേ. ഐസിങ് ചെയ്യുന്നത് വേറൊരു വീഡിയോസായിട്ട് ഞാൻ വരാം കേട്ടോ. ഇപ്പം ഇത്രയും മതി. പിന്നെ പാർട്ട് 2 കാണാൻ മറക്കരുത് കേട്ടോ. അത് കുട്ടികളുമായിട്ട് രസകരമായ നിമിഷങ്ങളായിരുന്നു കേട്ടോ. പിള്ളേരുടെ ഡാൻസും പാട്ടും എല്ലാം ആയിട്ട് അടിച്ചു പൊളിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഡേ അത് കാണാൻ മറക്കരുത് കേട്ടോ. ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും കേട്ടോ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. കേക്കിൻ്റെ ബാക്കി ഫിനിഷിംഗ് ഘട്ടം നെക്സ്റ്റ് വീഡിയോയിലാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.